വലിയ നിലക്ക് കലാപശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്താ നിങ്ങൾ അക്കാലത്ത് നിയമസഭാ കണക്കുകൾ നോക്കൂ. നിയമസഭാ കണക്കുകളിൽ അക്കാലത്തുണ്ടായ വർഗീയമായിട്ടുള്ള അനിഷ്ട സംഭവങ്ങളെ സംബന്ധിച്ച കണക്കുകളുണ്ടല്ലോ. അപ്പോ വർഷക്കാലത്തിനിടയ്ക്ക് കേരളത്തിലുണ്ടായ വർഗീയ കലാപങ്ങൾ, സംഘർഷങ്ങൾ ഏതൊക്കെയാണ്? അല്ല, പ്രകടമായ നിലക്കുള്ള വർഗീയ കലാപങ്ങൾ എന്നുള്ള നിലക്കല്ല, പക്ഷേ വർഗീയമായിട്ടുള്ള ശ്രമങ്ങൾ ധാരാളം നടന്നു എന്നുള്ള നിയമസഭാ രേഖകൾ സാക്ഷ്യം വഹിക്കുന്നുണ്ട്. ഇതിലെന്താണ് വിഷയം? ഇന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞ പോലെ വർഗീയതയോടും അതുണ്ടാക്കുന്ന പ്രശ്നങ്ങളോടും ഗവൺമെന്റ് സ്വീകരിക്കുന്ന സമീപനം അതാണ് പ്രശ്നം. ഇവിടെ ഇപ്പോൾ മാറാട് കലാപത്തെ സംബന്ധിച്ചല്ല മാത്രമല്ല ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞത്, കലാപത്തിൻ്റെ സമയത്ത് അവിടെ സന്ദർശിക്കാൻ വേണ്ടി അന്നത്തെ മുഖ്യമന്ത്രി ചെന്നപ്പോൾ ലീഗിൻ്റെ നേതാവ് അതൊരു പ്രത്യേക മതത്തിൽപ്പെട്ട ആളാണ് എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തെ മാറ്റി നിർത്തിയിട്ടേ അങ്ങോട്ടേക്ക് പോകാവൂ എന്നുള്ള ഈ പറയുന്ന വർഗീയവാദികളുടെ തിട്ടൂരത്തിന് വഴങ്ങാൻ അന്നത്തെ മുഖ്യമന്ത്രി നിർബന്ധിക്കപ്പെട്ടത് എങ്ങനെ എന്ന് അദ്ദേഹം പറഞ്ഞു. അതുപോലെ തന്നെ വർഗീയ കലാപങ്ങളുടെ ശ്രമം ആരംഭിക്കുന്ന സമയത്ത് അതിനോട് ഏതെങ്കിലും ഒരു വർഗീയതയുടെ ഭാഗമായി നിന്നുകൊണ്ടുള്ള നിലപാടല്ല LDFിൻ്റെ ഗവൺമെൻറ് സ്വീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വർഗീയതക്ക് തലപൊക്കാനാവുന്നില്ല. വർഗീയ കലാപങ്ങൾ ഒരു കാരണവശാലും മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാത്തൊരു അന്തരീക്ഷം കേരളത്തിലുണ്ട്. മതവർഗീയതയെ ഒരു വലിയ വിപത്തായി കാണുന്ന ഗവൺമെൻറ്റാണ് ഇന്ന് കേരളത്തിലുള്ളത്. അപ്പോൾ UDFിൻ്റെയും LDFിൻ്റെയും ഗവൺമെൻറ്റുകൾ താരതമ്യം ചെയ്യുമ്പോൾ വർഗീയതയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഇവിടെ രാജ്യത്താകെ നടക്കുന്ന നിലയാണ് UDFിൻ്റെ ഗവൺമെൻറ് ഭരിക്കുമ്പോൾ ഉണ്ടാവാറുള്ളത്. LDFിൻ്റെ ഗവൺമെൻറ് അതിനെ ചെറുക്കാൻ എല്ലാ നിലക്കും ശ്രമിക്കുന്ന ഗവൺമെൻറ്റാണ്. അതുകൊണ്ടാണ് വർഗീയ കലാപങ്ങളില്ലാത്ത, മതവൈരത്തിന് വേണ്ടിയിട്ട് വലിയ ശ്രമങ്ങളില്ലാത്ത, അഥവാ അത്തരം ശ്രമങ്ങൾ നടന്നാൽ അതിന് ചെറുക്കുന്ന അന്തരീക്ഷമുള്ളൊരു നാടായിട്ട് ഈ കേരളം മാറിയത്. അത് ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ബഹുമാനപ്പെട്ട എന്റെ ചോദ്യം ഇതായിരുന്നു. മാറാട് കലാപം ഉണ്ടായത് 2002-ലാണ്. അതിനുശേഷം നമ്മൾ എത്ര പതിറ്റാണ്ടുകൾ കടന്ന് ഇവിടെ എത്തി. ഇപ്പോൾ അത്തരമൊരു കലാപം കേരളത്തിലില്ല. 2016 മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ വരുന്നതിന് മുമ്പുള്ള 5 വർഷക്കാലമോ അതിനു മുമ്പുള്ള 5 വർഷക്കാലമോ നമ്മൾ അത്തരം കലാപങ്ങളെ കണ്ടിട്ടില്ല. പക്ഷെ എന്നിട്ടും 2002 എന്ന് വെച്ചാൽ 2026 24 വർഷം, 1/4 നൂറ്റാണ്ട് മുൻപുള്ള സംഗതി കുത്തിപ്പൊക്കി ഇപ്പോൾ കൊണ്ടുവന്ന് അത് പരിചയമില്ലാത്ത ജൻസി പിള്ളേരെ പോലും പേടിപ്പിക്കണം എന്ന് നിങ്ങൾ വിചാരിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? ഒന്ന്. രണ്ടാമത്തത്, അങ്ങനെ മുൻകാല പ്രാബല്യത്തോടെ എടുക്കാനാണെങ്കിൽ എല്ലാം മുൻകാല പ്രാബല്യത്തോടെ എടുക്കുമോ? നിങ്ങളുടെ ഭരണകാലത്തുണ്ടായിട്ടുള്ള അതിക്രമങ്ങൾ, സംഘർഷങ്ങൾ, നിങ്ങളുടെ പോലീസ് വെടിവെച്ച് കൊന്നിട്ടുള്ള സാധാരണ മനുഷ്യരുടെ കഥകൾ, അവയെല്ലാം മാന്തി എടുത്തുകൊണ്ട് വന്ന് ദാ കേരളത്തിൻ്റെ മുറ്റത്ത് വെച്ച് ഓടിച്ച് ചെയ്യാം എന്ന നില CPM-നുണ്ടോ? അല്ല, ഇവിടെ പഴയകാല അനുഭവങ്ങളെ പരിശോധിക്കുന്നതൊന്നും ഞങ്ങളിതിലല്ല. ഇപ്പം നിങ്ങളിപ്പോൾ പറഞ്ഞല്ലോ കൊലപാതകങ്ങൾ. ഞാൻ ചോദിക്കട്ടെ, കേരളത്തിൽ ഏറ്റവും വലിയ ലോക്കപ്പ് കൊലപാതകം നടന്ന കാലമേതാ? 2011 മുതൽ 16 വരെയാണ് ലോക്കപ്പ് രംഗത്ത് ഏറ്റവും ഏറെ ആളുകൾ കൊല്ലപ്പെട്ടത്. എത്രയെത്ര വെടിവെപ്പുകൾ, എത്രയെത്ര മരണങ്ങൾ UDF ഗവൺമെൻറ് കാലത്ത് ഉണ്ടായിട്ടുണ്ട്. ഞാൻ ചോദിക്കട്ടെ, 9.5 കൊല്ലക്കാലമായിട്ട് കേരളത്തിൽ സംഘടിതമായ നിലക്ക് അത്തരം കാര്യങ്ങളുണ്ടോ? ഒരു വെടിവെപ്പിലും നടന്നു എന്ന് പറയാൻ വേണ്ടി കഴിയോ? ലോക്കപ്പ് മർദ്ദനങ്ങൾ നടക്കുന്ന ഒരു നിലയുണ്ടോ ഇപ്പോൾ കേരളത്തിൽ? വളരെ ചെറിയ നിലയ്ക്ക് ലോക്കപ്പ് രംഗത്ത് ഒരു പോലീസുകാരൻ ഒന്ന് മുഖത്തടിച്ചാൽ പോലും ചർച്ച ചെയ്യാൻ വേണ്ടി കഴിയാവുന്ന ഒരു അന്തരീക്ഷം കേരളത്തിലുണ്ടായത്. നിങ്ങളുടെ സർക്കാർ ഭരിക്കുന്ന സമയത്താണ് തിരുവനന്തപുരത്ത് ഭീമാപ്പള്ളിയിൽ സാധാരണക്കാരായിട്ടുള്ള 6 പേരെ പോലീസ് വെടിവെച്ച് കൊന്നത്. അതിൽ പരിക്കേറ്റ് കിടന്ന മനുഷ്യന്മാർ പിന്നെയും മരിച്ചു. അവരുടെ എണ്ണം കൂടുന്നത് നമ്മൾക്ക് ഓർമ്മയുണ്ട്. നിങ്ങൾ വെടിവെച്ച് കൊന്നതാണ്. നിങ്ങൾ അധികാരത്തിൽ വന്നാൽ ഇനിയും പാവപ്പെട്ടവരെ, ചേരി തൊഴിലാളികളെ വെടിവെച്ച് കൊല്ലും എന്ന് കേരളം ഭയപ്പെടേണ്ടതുണ്ടോ? 2, നിങ്ങൾ ഭരിക്കുമ്പോഴാണ് കളമശ്ശേരിയിൽ ഇന്ത്യ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ഭീകരാക്രമണങ്ങളിൽ ഞാൻ കഴിഞ്ഞില്ല. നിങ്ങൾ ഭരിക്കുമ്പോഴാണ് കളമശ്ശേരിയിൽ ഏറ്റവും വലിയ ഭീകരാക്രമണം കേരളത്തിൻ്റെ ചരിത്രത്തിൽ നടന്നത്. 8 പേരാണ് അവിടെ മരിച്ചിട്ടുള്ളത്. ആ കേസിലെ പ്രതിക്ക് UAP പോലും നിങ്ങൾ ലിഫ്റ്റ് ചെയ്ത് കൊടുത്തു. നിങ്ങൾ വന്നാൽ ഇനിയും കേരളത്തിൽ ഈ ന്യൂനപക്ഷങ്ങളെ ഇല്ലാതാക്കുന്ന ഭീകരാക്രമണങ്ങൾ നടക്കും എന്ന് കേരളം ഭയപ്പെടേണ്ടതുണ്ടോ? ഈ തലമുറ ഭയപ്പെടേണ്ടതുണ്ടോ? അപ്പം ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ ചേരി വാസികളായ സാധാരണക്കാരെ നിങ്ങൾ വെടിവെച്ച് കൊല്ലുമോ? നിങ്ങൾ ഭീകരാക്രമണങ്ങൾ ഉണ്ടാകുന്ന ഒരു ഭരണമായിരിക്കുമോ? അത് വിശദീകരിക്കാമോ? അങ്ങനെ ഒരു ഭയപ്പെടേണ്ട കാര്യമുണ്ടോ കേരളത്തിന്? മീഡിയ വണ്ണിൻ്റെ മാധ്യമ ചിന്ത എന്താണെന്നുള്ളത് മലയാളിക്ക് അറിയാത്തതല്ല. ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കുന്ന ഒരു മാധ്യമമാണ് മീഡിയ എന്നുള്ളത് ആർക്കും അറിയാതിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അത്തരം കാര്യങ്ങൾ ആ നിലക്ക് വരുത്തണം താല്പര്യമുണ്ടാവും. ഇന്ത്യ രാജ്യത്തെ ന്യൂനപക്ഷങ്ങളെ, പ്രത്യേകിച്ച് മുസ്ലിങ്ങളെ സംരക്ഷിക്കുന്നതിൽ മറ്റാരെക്കാളും മുന്നിൽ നിൽക്കുന്ന പാർട്ടി CPM ആണ് എന്ന് സത്യസന്ധമായിട്ട് കാര്യങ്ങൾ പരിശോധിക്കുന്ന ആർക്കും തന്നെ മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. ഇവിടെ ഇപ്പോൾ നിങ്ങൾ പറഞ്ഞല്ലോ, ഈ കേരളത്തിൻ്റെ ചരിത്രത്തിൽ എപ്പോഴെങ്കിലും മന്ത്രിക്കെതിരെ പ്രതിഷേധം നടത്തിയതിൻ്റെ പേരെ 6 പേരെ വെടിവെച്ച് കൊന്ന ഒരു കാലഘട്ടം എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ട് UDFിൻ്റെ ഗവൺമെൻറ് കാലത്തല്ലാതെ? അത് തിരിച്ചു വരും എന്നുള്ള കാര്യം സംബന്ധിച്ചിടത്തോളം UDFിൻ്റെ ഭരണത്തെക്കുറിച്ച് പറയുമ്പോൾ പറയേണ്ടി വരില്ലേ?